അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. കൈപ്പക്ക കൊണ്ടാട്ട പച്ചടി. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾക്കതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ആദ്യമായിട്ട് വേണ്ടത്. ഇത് കൈപ്പക്ക കൊണ്ടാട്ടം. കൈപ്പക്ക വാങ്ങി അത് മുറിച്ച് വേവിച്ച് ഉണക്കി എടുത്ത സാധനമാണ് കൈപ്പക്ക കൊണ്ടാട്ടം. ഇതിനെ പറയാം കൈപ്പക്ക കൊണ്ടാട്ടം. അതുപോലെ ഉണങ്ങിയ മുളക്, വാറ്റൽ മുളക് എന്നും പറയും. അതുപോലെ കടുക്, തേങ്ങ, വെല്ലം, തൈര്, അതുപോലെ ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ടാണ് നമ്മൾ കൈപ്പക്ക കൊണ്ടാട്ട പച്ചടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി സ്റ്റൗവിൻ്റെ മുകളിൽ ചീനച്ചട്ടി വെച്ചു. ആ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. ഇത് ചൂടാകി വരുമ്പോഴാണ് നമ്മൾ ഈ കൊണ്ടാട്ടം അതിലേക്ക് ഇടേണ്ടത്. അതുപോലെ മുളക് നമ്മൾ അതിലിടേണ്ടത്. അതൊന്ന് ചൂടായിട്ട് വരണം. ചൂടായി വരുന്ന സമയത്ത് ഈ കൊണ്ടാട്ടത്തെ നമ്മൾ അവിടേക്ക് ഇടുന്നു. അപ്പോൾ കൊണ്ടാട്ടം നല്ല രീതിയിൽ മുരിഞ്ഞ് വരുന്നുണ്ട്. വേണമെങ്കിൽ സിമ്മ് കുറച്ച് കുറക്കാം. അപ്പോൾ മുരിഞ്ഞ് വന്ന ഈ കൊണ്ടാട്ടം നമ്മൾ കോരിയെടുക്കുക. ഇത് നമ്മൾ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. അതിനെ നമ്മൾ കോരിയെടുക്കുന്നു. അതുപോലെ തന്നെ ബാക്കി കുറച്ച് കൊണ്ടാട്ടവും കൂടിയുണ്ട്, നമ്മൾ ചൂടാക്കി എടുക്കുന്നു. ഇതിപ്പോൾ 10-15 പേർക്കുള്ള കൊണ്ടാട്ട പച്ചടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എത്ര വേണം അത്ര എടുത്താൽ മതിയാവും. അതുപോലെ ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർത്താൽ മതി. കൂടുതൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായി മാറാം. അതുകൊണ്ട് നമ്മളെ ആവശ്യാനുസരണം മാത്രം ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ കൊണ്ടാട്ടം വറുത്തെടുത്തത്. പിന്നീട് മുളക്, വാറ്റൽ മുളക്, 2 രീതിയിലുള്ള മുളകുകളുണ്ട് നമ്മൾക്ക്. എരിവ് കൂടിയതും അതുപോലെ കുമിട്ടി മുളകും. ഇതിന് കുരുമുളകല്ല, ഈ മുളകിനെ പറങ്കി എന്നാണ് പറയുക. അപ്പോൾ പറങ്കിയും നമ്മൾ ഇതുപോലെ ചൂടാക്കി എടുക്കുന്നു. പിന്നെ കടു വറുക്കാനും നമ്മൾക്ക് കുറച്ച് വേണ്ടി വരും. ഇതാണ് നമ്മൾ മുളക് വറുത്തെടുത്തത്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മിക്സിയിൽ നമ്മൾ മുളക്, തേങ്ങ, കുറച്ച് കടുക് ചേർത്തിട്ട് കുറച്ച് ജലവും ചേർക്കുക, വെള്ളവും ചേർക്കുക. എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ആണ് തേങ്ങയും മുളകും കടുകും കൂട്ടി അരച്ചിരിക്കുന്ന അരവ്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കൊണ്ടാട്ടം കുറച്ച്
പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കൊണ്ടാട്ടം ഇടുക. അതൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതാണ് നമ്മൾ കൊണ്ടാട്ടം വറുത്ത് പൊടിച്ചത്. ഈ കൊണ്ടാട്ടം വറുത്ത് പൊടിച്ചതും തേങ്ങ അരച്ചതും കൂടി നമ്മൾക്ക് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും മിക്സ് ചെയ്തു. അതിനുശേഷം കുറച്ച് തൈര്, നല്ല കട്ട തൈര് ആവശ്യാനുസരണം 3 കയ്യിൽ എടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കൊണ്ടാട്ടത്തിന് ഉപ്പുണ്ടാകും. ആ ഉപ്പ് മതിയെങ്കിൽ നമ്മൾക്ക് അത് മതിയാക്കാം. അതല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ കൊണ്ടാട്ട പച്ചടി ആയി. അപ്പോൾ ഇതിന് നമ്മൾക്ക് ചില സമയത്ത് കൊണ്ടാട്ടമായതുകൊണ്ട് അതിന് കയ്പ്പ് ടേസ്റ്റ് കുറച്ചുണ്ടാവാം. അതിനെ നമ്മൾ മാറ്റിയെടുക്കാൻ വെല്ലം, ഇതാണ് വെല്ലം, ആ വെല്ലത്തെ ചെറിയ രീതിയിൽ നമ്മൾ ചിരണ്ടിയിട്ട് കൂട്ടാം. ഇനി വെല്ലം വേണ്ടാകുന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. വെല്ലം ചേർത്ത് കഴിഞ്ഞാൽ ഷുഗർ കംപ്ലൈൻ്റ് ഉള്ളവർക്ക് ഇത് പ്രശ്നമല്ല. പഞ്ചസാരയാണെങ്കിൽ ഷുഗർ കംപ്ലൈൻ്റ് ഉള്ളവർക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെല്ലമാണ് ചേർക്കുക. അപ്പോൾ ആവശ്യാനുസരണം നമ്മൾക്ക് എത്രയാണോ വെല്ലം വേണ്ടത് ആ വെല്ലം നമ്മൾ ഇതിൽ ചിരണ്ടി ചേർത്തു. വെല്ലം ചേർത്തു, തൈര് ചേർത്തു, ഒക്കെ നമ്മൾ മിക്സ് ചെയ്തു ഇളക്കി. ഇത് നല്ലൊരു കയ്പ്പക്ക പച്ചടി ആയി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കടുക് വറുത്ത് ചേർക്കാനുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ടേസ്റ്റുള്ള കയ്പ്പക്ക പച്ചടി ആവും. ഇത് കയ്യിലെടുക്കുക. ടേസ്റ്റ് ഇപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ള കയ്പ്പക്ക പച്ചടി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളൊരു കടുക് വറുകും ചേർക്കുന്നു. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുവറവ് ആവശ്യമാണ്. കടുവറുക്കുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റൗവിൽ നേരത്തെ കൊണ്ടാട്ടം ചൂടാക്കിയ എണ്ണ ബാക്കിയുണ്ട്. അതിലേക്ക് നമ്മൾ കടു ചേർക്കുക. ആവശ്യാനുസരണം കടു ചേർത്ത് അത് പൊട്ടി വരുന്ന സമയത്ത് കരിവേപ്പിലയും അതുപോലെ മുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണക്കമുളക് അല്ലെങ്കിൽ വാറ്റൽ മുളക് അതിൽ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കരിവേപ്പിലയും കഴുകി വൃത്തിയാക്കിയ കരിവേപ്പിലയും അതോടുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ ഇതിനെ കാരം നമ്മൾക്ക് പോരാവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാരം കുറച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മുളക് പൊടിച്ച പൊടിയും കുറച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ വറുത്തരക്കുന്ന സമയത്ത് കുമുട്ടി മുളകാണ് ചേർത്തത്. അപ്പോൾ ആ കുമുട്ടി മുളകിൻ്റെ ടേസ്റ്റും സാധാരണ മുളകിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരും. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ
അതിൻ്റെ മണവും ഗുണവും ഒന്ന് വേറെ തന്നെയാണ്. ഇത് ഇനിയിപ്പോൾ അടുത്ത മാസം ചിങ്ങമാസത്തിൽ ഓണം ആഘോഷം വരുന്നുണ്ട്. ഓണാഘോഷ സമയത്ത് മനോഹരമായ കൈപ്പക്ക കൊണ്ടാട്ട പച്ചടി എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും അറിയിക്കുന്നു. ഇതാണ് നമ്മൾ കൈപ്പക്ക പച്ചടി ഉണ്ടാക്കിയ വറുത്ത് വെച്ചത്. വേണമെങ്കിൽ ഇത് നമ്മൾ കുറേശ്ശെ അതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ആ കൈപ്പക്ക പച്ചടിയും വറവും ഒന്ന് ചൂടാവുകയും ചെയ്യും. അങ്ങനെ തേങ്ങ ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്കത് കേടാവാണ്ട് നിൽക്കാനും കൂടി സാധിക്കും. അതല്ലെങ്കിൽ അരച്ച തേങ്ങ മാത്രമാകുമ്പോൾ അത് ചിലപ്പോൾ വൈകിട്ട് അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇതാണ് കൈപ്പക്ക പച്ചടി, കൈപ്പക്ക കൊണ്ടാട്ട പച്ചടി. ഊണ് കഴിക്കുമ്പോൾ കഴിക്കാൻ നല്ല ഒരു മനോഹരമായ ഒരു ടിപ്സും ആണിത്.